ഹലോ ഗൈസ്, പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. എല്ലാവർക്കും സുഖമല്ലേ? ചെറിയ അസുഖങ്ങളൊക്കെ ഒഴിവാക്കി കഴിഞ്ഞാൽ ഞാനും ഇവിടെ സുഖമായിട്ടിരിക്കുന്നു. ഇവിടുത്തെ ക്ലൈമറ്റ് ഇപ്പോൾ ഭയങ്കര മോശമാണ്. നല്ല തണുപ്പുണ്ട്. 14 ഡിഗ്രി സെൽഷ്യസ് ഒക്കെ ആണ് ചിലപ്പോൾ രാത്രിയിലൊക്കെ. അതിൻ്റെതായ ബുദ്ധിമുട്ടുകളുണ്ട്. നാട്ടിലിപ്പോൾ ഭയങ്കര ചൂടാന്ന് ന്യൂസിൽ കണ്ടു. കഴിഞ്ഞ ഓണത്തെക്കാട്ടിയും ഭയങ്കര ചൂടായിരിക്കും എന്നാണ് തോന്നുന്നത്. പറഞ്ഞു വന്നത് ഇപ്പോൾ ഞാനും ചേട്ടയുടെ ഒരു ഫ്രണ്ടും കൂടി ഒരു ഒഫീഷ്യൽ കാര്യത്തിന് പോകുകയാണ്. ചേട്ടൻ ഡ്യൂട്ടി കഴിഞ്ഞ് വന്ന ഉടനെ ഞങ്ങൾ ഇറങ്ങി. അപ്പോഴേക്കും സൺസെറ്റ് സമയമായി എന്നാൽ കരുതി ഒരു വീഡിയോ കൂടെ എടുത്തേക്കാന്ന്. നല്ല ഭംഗിയായിരുന്നു സൂര്യൻ ഇങ്ങനെ അസ്തമിക്കുന്നത് കാണാൻ. വീഡിയോയിലോട്ട് പോകുന്നതിന് മുന്നേ എൻ്റെ ഈ ചാനൽ നിങ്ങൾ ആദ്യമായിട്ടാണ് കാണുന്നതെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്ത് കാണുക കേട്ടോ. കാര്യം വ്യൂസ് ഉണ്ട് എന്നാൽ സബ്സ്ക്രൈബേഴ്സ് കൂടുന്നില്ല, എന്താണെന്ന് അറിയത്തില്ല. അപ്പോൾ വീഡിയോ കാണുന്നവർ സബ്സ്ക്രൈബ് ചെയ്തിട്ട് കാണാം. പിന്നെ നിങ്ങളുടെ വിലയേറിയ അഭിപ്രായങ്ങൾ കമന്റിലൂടെ അറിയിക്കാം. ഞാൻ ഈ വായിച്ചു കൂട്ടുന്നത് വേറെ ഒന്നുമല്ല കേട്ടോ, ഒരു ഒഫീഷ്യൽ പേപ്പർ കയ്യിലിരുന്നപ്പോൾ അങ്ങ് ചുമ്മാ വായിച്ചതാ. അപ്പോൾ നമുക്കിനി കുറച്ച് പ്രകൃതി ഭംഗി ആസ്വദിച്ചാലോ. നമ്മളിപ്പോൾ പോകുന്നത് ട്യൂബ്ലി എന്ന് പറഞ്ഞൊരു സ്ഥലത്താണ്. നല്ല ഭംഗിയുള്ള സ്ഥലം കേട്ടോ. കാര്യം ഇഷ്ടംപോലെ വീടിൻ്റെ സൈഡിൽ പൂക്കളും മറ്റേ ബൊഗൈൻവില്ല പൂക്കളും അല്ലാത്ത പൂക്കളും അതിരെല്ലാം ഉണക്കി ഓലയൊക്കെ കണ്ടപ്പോൾ നമ്മളെ നാട് ഓർമ്മ വന്നു. ഈവനിങ് ടൈം ആയതുകൊണ്ട് തന്നെ നല്ല തിരക്കായിരുന്നു റോഡിലൊക്കെ. ഓഫീസ് ടൈം കഴിഞ്ഞ ടൈം ആയതുകൊണ്ടായിരിക്കാം. അത് മാത്രമല്ല ഇഷ്ടംപോലെ സിഗ്നലും. നമ്മൾ അരമണിക്കൂർ കൊണ്ട് എത്തേണ്ട സ്ഥലത്ത് 1 മണിക്കൂർ കഴിഞ്ഞേ നമ്മൾ എത്തത്തുള്ളൂ. ബഹ്റിനിലെ ആകെ ഏരിയ എന്ന് പറയുന്നത് 786.8 കിലോമീറ്റർ ആണ്. ദുബായ് പോലെ അല്ല ബഹ്റിൻ എന്ന് പറയുന്നത്. ബഹ്റിൻ കുഞ്ഞൊരു രാജ്യമാണ്. കുഞ്ഞൊരു രാജ്യമല്ല, ഇതൊരു ഐലൻഡ് ആണ്. അങ്ങനെ എല്ലാ ഒഫീഷ്യൽ കാര്യങ്ങളും കഴിഞ്ഞ് നമ്മൾ തിരിച്ച് റൂമിലോട്ട് പോയിക്കൊണ്ടിരുന്നപ്പോഴാണ് ചേട്ടൻ ഈ ഒരു പ്ലാൻ പറഞ്ഞത്. നമുക്ക് ലുലു കയറിയിട്ട് പോയാലോ എന്ന്. പോവാന്ന് കരുതി അങ്ങനെ ഞങ്ങൾ ജസ്റ്റ് പ്ലാനൊക്കെ ഒന്ന് മാറ്റി നമ്മൾ ലുലുലോട്ട് കയറി. ഇത് എവിടെയാണ് സ്ഥലം എന്ന് അറിയത്തില്ല കേട്ടോ. ഇപ്പൊ എല്ലായിടത്തും ലുലു ഉണ്ടല്ലോ, അങ്ങനെ അകത്തേക്ക് കയറി. ഇത് 4 നില വരെ ഉണ്ട്. ഫുഡ് കോർട്ട്, പ്ലേ സ്റ്റേഷൻ, സൂപ്പർ മാർക്കറ്റ്, അങ്ങനെ എല്ലാ ലുലു പോലെ സെയിം ആണ്. പക്ഷേ ഒന്നും എക്സ്പ്ലോർ ചെയ്യാൻ സമയം കിട്ടിയില്ല. ചേട്ടൻ പെട്ടെന്ന് വാ പോവാന്നും പറഞ്ഞുകൊണ്ടിരുന്നു. ഞാൻ ഒന്നും കഴിച്ചിട്ടില്ലായിരുന്നു. അതുകൊണ്ട് ഞാൻ മെയിനായിട്ട് നോക്കിയത് ഫുഡ് കോർട്ടാണ്. നിങ്ങളും ഇതേപോലെ ലുലുലോ എവിടെയെങ്കിലും പോയി കഴിഞ്ഞാൽ ഫുഡ് ഐറ്റംസ് ഒക്കെ നോക്കുന്നവരാണെങ്കിൽ കമന്റ് ചെയ്യാം കേട്ടോ. മെയിനായിട്ട് കോൺസെൻട്രേറ്റ് ചെയ്യുന്നത് ഫുഡിന് മാത്രമാണ്. ചേട്ടൻ എപ്പോഴും കളിയാക്കും. എന്നും പറഞ്ഞു ഞാനൊരു ഓവർ ഫുഡി ഒന്നും അല്ല കേട്ടോ, എങ്കിലും കഴിക്കാറുണ്ട്. എപ്പോഴും പുറത്തുനിന്ന് കഴിക്കുന്ന വ്യക്തിയും അല്ല കേട്ടോ. റൂമിലാണ് എപ്പോഴും കുക്ക് ചെയ്യാറ്. ഞാനിപ്പോ ഫുഡ് വെച്ചിട്ടാണ് വന്നത്. പിന്നെ ചേട്ടയ്ക്ക് ലീവുള്ള ദിവസങ്ങളിൽ പുറത്തു പോകുമ്പോൾ ചിലത് കാണുമ്പോൾ അങ്ങോട്ടൊരു ചായ്വ് വരാറുണ്ട്. പഞ്ചാബി ഹൗസ് സിനിമയിൽ ദിലീപ് ഒരു കട കാണുമ്പോഴേക്ക് ഇങ്ങനെ ഒരു ചരിവ് വരത്തില്ലേ, അതേപോലെ. പക്ഷെ പുതിയ ഫുഡൊക്കെ എക്സ്പ്ലോർ ചെയ്യണമെന്നുണ്ട്. വാങ്ങിയത് കൊള്ളില്ലെങ്കിൽ പൈസ പോവില്ലേ. പലപ്പോഴും സ്ഥിരം നമ്മൾ കഴിക്കുന്ന ഫുഡൊക്കെ തന്നെയാണ് കഴിക്കുന്നത്. പിന്നെ ആരെങ്കിലും സജസ്റ്റ് ചെയ്യുന്ന ഫുഡും എക്സ്പ്ലോർ ചെയ്യാൻ ശ്രമിക്കാറുണ്ട്. ഒരു ജീവിതമല്ലേ ഉള്ളൂ, മാക്സിമം എൻജോയ് ചെയ്ത് ജീവിക്കണം. ഇഷ്ടമുള്ളത് കഴിക്കുക, ഇഷ്ടമുള്ള സ്ഥലത്ത് പോവുക. ഇങ്ങനെയൊക്കെ ആഗ്രഹമുള്ള ആരെങ്കിലും ഉണ്ടെങ്കിൽ കമന്റ് ചെയ്യാം കേട്ടോ. ഫസ്റ്റ് തന്നെ നമ്മൾ കയറിയത് ഷൂസിന്റെ ഷോപ്പിലാട്ടോ. മേടിക്കാൻ അല്ലെങ്കിൽ ചുമ്മാ നോക്കാമല്ലോ. അങ്ങനെ ചേട്ടയുടെ ഷൂസും എന്റെ ഷൂസും കൂടെ നോക്കാം കേട്ടോ. സംഭവം ഇപ്പോ ഓഫർ ഇട്ടേക്കുവാണ്, എങ്കിലും നല്ല റേറ്റ് ഉണ്ട്. ബ്രാൻഡഡ് ഷൂസ് ആണ് എല്ലാം. ഷൂ ഇടുമ്പോൾ അകത്തെ സ്പോഞ്ച് ഇങ്ങനെ താന്ന് പോകുന്നുണ്ടായിരുന്നു. അങ്ങനത്തെ ഒരു ടൈപ്പ് ആയിരുന്നു. നല്ല രസമുണ്ടായിരുന്നു ഇങ്ങനെ ഞെക്കിക്കൊണ്ടിരിക്കാൻ. അങ്ങനെ പെട്ടെന്ന് തന്നെ അവിടെ നിന്ന് എന്നെ വലിച്ച് കൊണ്ടുപോയി. ഇനി നിന്നാൽ ശരിയാവില്ലെന്ന് കരുതിയിട്ടാവും. അങ്ങനെ നമ്മൾ അടുത്ത ഡ്രസ്സിന്റെ സെക്ഷനിൽ കയറി. എനിക്കങ്ങ് എല്ലാം ഇഷ്ടപ്പെട്ടായിരുന്നു. ബട്ട് റേറ്റ് നോക്കിയപ്പോഴേക്കും എടുക്കാൻ തോന്നിയില്ല. ചേട്ടൻ എടുക്കാൻ പറഞ്ഞു, എങ്കിലും റേറ്റ് നോക്കുമ്പോൾ ഞാനങ്ങ് മടിക്കും. അങ്ങനെ അവിടെ നിന്ന് കുറച്ച് കറങ്ങിയ ശേഷം TV സെക്ഷനിലോട്ട് പോയി. നാട്ടിൽ TV നോക്കുന്ന സമയമായിരുന്നു കേട്ടോ. ഞാൻ ഇപ്പോൾ നാട്ടിൽ പോകാത്തതുകൊണ്ട് നാട്ടിൽ നിന്ന് മേടിക്കാമെന്ന് കരുതി. എങ്കിലും ചുമ്മാ നോക്കാലോ എന്ന് കരുതി അങ്ങ് നോക്കിയതാണ്. അതൊക്കെ നോക്കി കഴിഞ്ഞ് തിരിഞ്ഞപ്പോൾ ഇൻസ്ട്രുമെന്റ്സ് ഇരിക്കുന്ന കണ്ടു. പിന്നെ ഞാൻ വെറുതെ വിട്ടില്ല, വായിക്കാമെന്ന് കരുതി. ഇത് എങ്ങനെ വായിക്കാമെന്ന് അറിയില്ല കേട്ടോ, ചുമ്മാ ഒന്ന് ട്രൈ ചെയ്ത് നോക്കിയതാ.
അത് കഴിഞ്ഞപ്പോൾ പിയാനോ തൊട്ടപ്പുറത്ത് ഇരിക്കുന്ന കണ്ടു. വലിയ കാര്യത്തിൽ വായിക്കാൻ പോയതാ ഗൈസ്. അത് കഴിഞ്ഞ് ജെൻസിൻ്റെ സെക്ഷനിൽ പോയി. ഒന്നും എടുക്കാനല്ലെങ്കിൽ ചുമ്മാ കയറിയതായിരുന്നു നോക്കാൻ വേണ്ടിയിട്ട്. നോക്കി വന്നപ്പോഴേക്കും ചേട്ടയ്ക്ക് ഒരു ഷോർട്സും ടീഷർട്ടും ഒക്കെ എടുത്തു. ശേഷം ഫുഡ് കോർട്ടിലോട്ട് പോകുന്നത് ക്യാൻസൽ ചെയ്തു കേട്ടോ. എന്നിട്ട് നേരെ സൂപ്പർ മാർക്കറ്റിലോട്ട് പോയി. അവിടെ നിന്ന് കുറച്ച് വെജിറ്റബിൾസും ഫിഷൊക്കെ മേടിക്കാമെന്ന് കരുതി. അങ്ങനെ അങ്ങോട്ട് പോയപ്പോഴേക്കും ആദ്യം പോയത് ഫിഷിൻ്റെ സെക്ഷനിലാണ്. അവിടെ നോക്കിയപ്പോൾ ചാള ഇരിപ്പുണ്ടായിരുന്നു, കണവ, കൊഞ്ച്, കക്കയിറച്ചി, പുര ഇതൊക്കെ ഇരിപ്പുണ്ടായിരുന്നു. ഞങ്ങൾ അവിടെ നിന്ന് 1/2 കിലോ കണവയും 1/2 കിലോ കക്കയിറച്ചിയും കൊഞ്ച് മേടിച്ചായിരുന്നു. അത് കഴിഞ്ഞപ്പോഴേക്കും ഫുഡിന്റെ സെക്ഷനിലോട്ട് വന്നു. അവിടെ നോക്കിയപ്പോഴേക്കും മറ്റേ പബ്സ് ഇരിപ്പുണ്ടായിരുന്നു. പബ്സ് അല്ലാതെ ചിക്കൻ്റെ എന്തോ ഒരു സംഭവമാണ്, പേര് ഞാൻ മറന്നുപോയി. അപ്പൊ അത് മേടിക്കാന്ന് കരുതി അവിടെ നിന്ന് കുറെ കറങ്ങി. എന്ത് മേടിക്കും, പിസ്സ മേടിക്കണോ, പബ്സ് മേടിക്കണോ, അങ്ങനെ എന്തൊക്കെയോ, അങ്ങനെ വെറൈറ്റി പിടിക്കാന്ന് കരുതിയിട്ട് ഒരു സാധനം ഓർഡർ ചെയ്തായിരുന്നു. പക്ഷെ വകയ്ക്ക് കൊള്ളൂലായിരുന്നു ഗൈസ്. പിന്നെ പൈസ കൊടുത്ത് മേടിച്ചതല്ലേ എന്ന് കരുതിയിട്ട് കഴിക്കേണ്ടി വന്നതാണ്. മുകളിൽ മാത്രം ചിക്കൻ്റെ ഫില്ലിംഗ് വന്നിട്ട് ഫുള്ള് മൈദ വെച്ച് കവർ ചെയ്ത മറ്റേ പിസ്സ പോലത്തെ ഒരു സാധനമായിരുന്നു. എനിക്കും ഇഷ്ടപ്പെട്ടില്ല, ചേട്ടയ്ക്കും ഇഷ്ടപ്പെട്ടില്ല. ഏത് വേണമെന്ന് ഓർഡർ ചെയ്ത് കഴിഞ്ഞാൽ അവർ നമുക്ക് ചൂടാക്കി തരും. അങ്ങനെ അവർ ചൂടാക്കാൻ വേണ്ടി കൊണ്ടുപോയിരിക്കുകയാണ്. അപ്പോഴേക്കും ഞാൻ ഇങ്ങനെ അവിടെ ഫുള്ള് കറങ്ങി. ശേഷം എടുത്ത സാധനങ്ങൾക്കൊക്കെ ബില്ല് ചെയ്ത് അവിടെ നിന്ന് ഇറങ്ങി. അതിൻ്റെ അകത്ത് കയറിയത് മാത്രമേ ഓർമ്മയുള്ളൂ, സമയം പോയത് അറിഞ്ഞില്ല. കുറേ സമയം നമ്മൾ അതിൻ്റെ അകത്ത് കിടന്ന് കറങ്ങി. വാച്ച് നോക്കിയപ്പോഴാണ് മനസ്സിലായത് കുറേ സമയം എടുത്തെന്ന്. ഇനി നമുക്ക് കുറച്ച് രാത്രി കാഴ്ചകൾ കണ്ടാലോ? അപ്പോൾ ഇന്നത്തെ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടു എന്ന് വിചാരിക്കുന്നു. ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. തൊട്ടടുത്തുള്ള ബെല്ലൈക്കണും കൂടെ ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ ഞാൻ ഇടുന്ന വീഡിയോ നിങ്ങൾക്ക് നോട്ടിഫിക്കേഷനായിട്ട് വരുന്നതായിരിക്കും. മറ്റൊരു നല്ലൊരു വീഡിയോ ആയിട്ട് കാണുന്നത് വരേക്കും ടാറ്റാ ബൈ ബൈ, സീ യു.